ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ പല ആളുകൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ പല ആളുകളും അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളും ഉണ്ടാക്കാറുണ്ട്. അത് പിന്നീട് ഒരിക്കലും ഒന്നിക്കാത്ത തരത്തിലോട്ട് ആ റിലേഷൻഷിപ്പായി മാറാൻ സാഹചര്യം വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. പല ആളുകളും ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലവ് മാസ്റ്ററി കോഴ്സിലോട്ട് വന്ന ആളുകളൊക്കെ ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ എക്സ് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, കാണണം എന്ന് പറയുക, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ പിന്നീട് പോയി കാണുമ്പോൾ വീണ്ടും മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ്, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ അവരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് കോൾ ഇറ്റ് എ ഡേറ്റ് എന്നുള്ളതാണ്. ആ ഒരു മീറ്റിങ്ങിനെ ഒരു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. അത് അവരുടെ ഭാഗത്തു നിന്നാണ് ഇനീഷ്യേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇനീഷ്യേഷൻ എടുത്തിട്ട് ഒന്ന് കാണണം എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിന് എന്തെങ്കിലും പ്രത്യേക സ്കില്ലുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ അറിയാനുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു ഇന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ നിനക്കറിയാലോ അതിനെപ്പറ്റി കുറച്ച് സംശയങ്ങൾ ചോദിക്കാനാണെന്നൊക്കെ പറയാം. എന്നിട്ട് അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഴയ കാര്യങ്ങളൊന്നും പറയാതെ, റിലേഷൻഷിപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഒരു ഹായ് പറയുക, ഗുഡ് മോർണിംഗ് പറയുക, ഞാൻ കാണണം എന്ന് പറഞ്ഞത് ഇന്ന കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിൻ്റെ അഭിപ്രായം എന്താണ്, അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി കേട്ടോ, കാണാം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോരുക. അപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കണം അത് വിത്ത് സ്പെസിഫിക് റീസൺ ആയിരിക്കണം. അല്ലാതെ നിങ്ങളെ പഴയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാവരുത് എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് ബ്രിങ് അപ്പ് യുവർ പാസ്റ്റ് റിലേഷൻഷിപ്പ്. പഴയ കാര്യങ്ങളിലോട്ട് ഒരിക്കലും പോകരുത്. എങ്ങനെയുണ്ട് അവരെ കാര്യങ്ങൾ ചോദിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ, നമ്മൾ എത്ര സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, നമുക്കിങ്ങനെയൊക്കെ വേണോ, നമുക്ക് വീണ്ടും ഒന്നായിക്കൂടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കാതിരിക്കുക. കാരണം അട്രാക്ഷൻ ഈസ് ഓൺലി ദ കീ എന്നാണ് പറയുന്നത്. നമ്മളോട് അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ബെഗ് ചെയ്ത് പോയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിന് പകരം നിങ്ങളവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു അട്രാക്ഷൻ നിങ്ങൾ കില്ലിയില്ല. നേരെ മറിച്ച് നിങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും മിസ്റ്റേക്ക്, വീണ്ടും സോറി പറയുക, നമുക്കൊന്നായിക്കൂടെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. പാസ്റ്റിലെ ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ബെഗ് ചെയ്യരുത് എന്നുള്ളതാണ്. ബെഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, നീ പോയതിന് ശേഷം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, എനിക്ക് നിന്നെ വേണം, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയ്യും കാലും പിടിച്ച് എൻ്റെ ലൈഫിലോട്ട് വാ എന്നുള്ള രീതിയിൽ പറയുന്ന പരിപാടി അവസാനിപ്പിക്കുക. അതൊക്കെ ഒരു അട്രാക്ഷൻ കില്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഡോണ്ട് കംപ്ലെയിൻ എന്നുള്ളതാണ്. നിങ്ങൾ പരാതികൾ പറയാതിരിക്കുക. അതെന്തോ ആവാം, റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്തുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള 2 മന്തോ 1 മന്തോ അല്ലെങ്കിൽ ഒരു 3 മന്തോ അല്ലെങ്കിൽ 6 മന്തോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തെ ധാരാളം പരാതികൾ പറയുന്നതായിരിക്കാം. നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, നീ അങ്ങനെ പറഞ്ഞില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഷൗട്ട് ചെയ്തത്. അങ്ങനെ വീണ്ടും വീണ്ടും ഒരാളുടെ കുറ്റവും കുറവും കംപ്ലൈൻസും പരാതികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അട്രാക്ഷൻ കില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ആസ്ക് ദം അബൌട്ട് ദെയർ ഡേറ്റിംഗ് ലൈഫ്. പിന്നെ 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ എങ്ങനെ പോകുന്നു, പുതിയ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോഴും സിംഗിൾ തന്നെയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് ചോദിക്കരുതെന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കും, ഇവനത് വിട്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകളെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ്. അത് തെറ്റായൊരു ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങൾ അവരുടെ ഡേറ്റിംഗ് ലൈഫിനെ കുറിച്ചിട്ട് ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ ആ മാറ്റർ എന്താണോ, സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്താണോ, അത് മാത്രം തുടക്കത്തിൽ പറഞ്ഞത് അത് മാത്രം സംസാരിച്ച് അവിടുന്ന് പോരുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഗ്രാജുവലി പതിയെയാണ് ആ ഒരു ട്രാക്കിലോട്ട് വരേണ്ടത്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പാച്ചപ്പ് ആവുന്നതിലും നല്ലത് പതിയെ ആ പഴയ ട്രാക്കിലോട്ട് വരിക. സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ടൈം പാസ്സായിട്ട് പ്രണയിക്കാനുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്കിപ്പോൾ ബ്രേക്കപ്പായി എക്സിനെ അട്രാക്ട് ചെയ്ത് എക്സുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ വിവാഹം കഴിക്കുക, അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പെട്ടെന്ന് വീണ്ടും സെറ്റ് ആവുക, പിന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ബ്രേക്കപ്പ് ആവുക, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതാവും, വീണ്ടും അംഗങ്ങൾ തമ്മിൽ അടിയാവും, പിന്നെയും പിണങ്ങും, അങ്ങനെ ആയി പോവും. അപ്പോൾ അതിന് മറിച്ച് ഗ്രാജുവലി പതിയെ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവന്ന് ആ അട്രാക്ഷൻ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നും നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ സന്തോഷം കണ്ടെത്താനും നല്ല രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒരു 5 മിസ്റ്റേക്ക് അത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് റിലേഷൻഷിപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം, നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, ലവ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു കോഴ്സിലോട്ട് വന്ന് ആ കോഴ്സിലോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം നല്ലൊരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും എന്നോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, ആ ഒരു വൈബ് എപ്പോഴും എങ്ങനെ നിലനിർത്താം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തോട്ട്സുകളാണ് വേണ്ടത്, നമ്മുടെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണ് കടത്തിവിടേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടെക്നിക്കുകൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യാനും അതുവഴി നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് റിലേഷൻഷിപ്പ് നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളും അതുപോലെ തന്നെ പെരുമാറ്റ രീതികൾ, അതുപോലെ തന്നെ നമ്മളോടുള്ള ആ ഒരു അട്രാക്ഷൻ പവർ കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ടെക്നിക്കുകളൊക്കെ ആ ഒരു കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് ഈവനിങ്ങും നൈറ്റും മാറ്റിവെക്കാൻ സമയമുള്ള ആളുകൾക്ക് ആ ഒരു കോഴ്സിലോട്ട് വരാവുന്നതാണ്. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ അത് ഷെയർ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കോഴ്സ് ആയിരിക്കില്ല നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അവർ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡയൽ ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.